നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തപ്പെടുന്ന ഘട്ടത്തിൽ, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ, നാളെ കൈ കടിച്ചുകൊണ്ട് ചില ആളുകൾ, അക്രമികളാകുന്ന ആളുകൾ വിളിച്ചു പറയുമത്രേ, യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ, എത്ര നന്നായിരുന്നു അല്ലാ. ദുനിയാവിൽ കള്ള് കുടിക്കുന്നവനെ നീ കൂട്ടുകാരനാക്കി, സിനിമ കാണുന്നവനെ കൂട്ടുകാരനാക്കി, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണുന്നവനെ കൂട്ടുകാരനാക്കി, തമ്മാടി റൗഡിയുമായിട്ടുള്ള ചെറുപ്പക്കാരനുമായി നീ ചങ്ങാത്തം മുൽകി. അവനല്ലേ നിനക്ക് കള്ള് ഷാപ്പ് പരിചയപ്പെടുത്തിയത്, അവനല്ലേ നിനക്ക് തിയേറ്റർ പരിചയപ്പെടുത്തിയത്, അവനല്ലേ നിന്റെ കണ്ണുകളെ മലീമസമാക്കിയത്, ഹറാമിൻ്റെതാകുന്ന കാഴ്ചകൾ നിനക്ക് സമ്മാനിച്ചത് അവനല്ലേ. ആദ്യമായി ബ്ലൂ ഫിലിമിന്റെ CD ഇട്ട് കാണിച്ച് നിന്റെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചതും അവനല്ലേ, അവനല്ലേ. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ ചെറുപ്പക്കാരാ നീ വിളിച്ചു പറയുകയാണ്, യാ വൈലത്താ, യാ വൈലത്താ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്ന കൂട്ടുകാരനുമായി ചങ്ങാത്തം പുൽകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ, എത്ര നന്നായിരുന്നു റബ്ബേ. എനിക്ക് ആ കൂട്ടുകാരിയെ കിട്ടിയതാണല്ലോ. 8ാം ക്ലാസ്സിൽ അവളുമായി ചങ്ങാത്തം പുൽകിയ കാലഘട്ടം മുതൽ അവൾ എന്നെ വഴിപിഴപ്പിച്ചു കളഞ്ഞു റബ്ബേ. ഇന്ന കൂട്ടുകാരനുമായി പ്രണയത്തിലാക്കിയത് അവളാണ്, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നവളാണ്. ഞാൻ +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ ദീനിയായ ബോധത്തിൽ ജീവിച്ചവളെന്നവളാണ്. അതാ വിവാഹത്തിന് ശേഷം BA-ക്ക് വേണ്ടി പോയ സമയത്ത് മറ്റുള്ളതാകുന്ന പെണ്ണുങ്ങൾ എന്നെ അതാ ഇന്ന ചെറുപ്പക്കാരനുമായി പരിചയപ്പെടുത്തുകയാണ്. അതിലൂടെ ഞാൻ ഹറാമായ ചിന്ത വെച്ചു, എന്റെ ഭർത്താവിനെ വഞ്ചിച്ചു, മോശമാകുന്ന രീതിയിൽ എന്റെ ശരീരത്തെ കൊണ്ടുപോയി റബ്ബേ. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, എന്നെ ചങ്ക് ബ്രോയായി ഇന്നവനെ കൂട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. കൈ കടിച്ചുകൊണ്ട് നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ അല്ലാഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന രംഗമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, തീർച്ചയായും നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുമത്രേ. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ്, വലിയ വലിയ ഭയപ്പാടുകൾ നൽകി അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുമത്രേ. കൊറോണ വന്നപ്പോൾ ഭയപ്പെട്ടില്ലയോ? ഈ ദുനിയാവിലുള്ള സർവ്വ മനുഷ്യരും ഭയപ്പെട്ടില്ലയോ? അമേരിക്കയിലെ പ്രസിഡന്റ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ പോലും അദ്ദേഹത്തിന് യൂറിൻ പാസ് ചെയ്യാനുള്ള സാധന സാമഗ്രികളും കൊണ്ടുവരുകയാണ്. മലമൂത്ര വിസർജനം നടത്താനുള്ള ക്ലോസറ്റ് ഉൾപ്പെടെ അവിടുന്ന് കൊണ്ടുവരിക, പേടിച്ചിട്ട്. കാരണം ഇവിടെ എങ്ങാനും വന്നിരിക്കുമ്പോ കൊറോണ കയറിയെങ്കിലോ എല്ലാം അവിടുന്ന്. മനസ്സിലാക്കണം, നമ്മൾ പറഞ്ഞാൽ എല്ലാരെയും പേടിപ്പിച്ചു എന്നർത്ഥം. ഒരു ചെറിയ പനിയാണ്, ഒരു ചെറിയ വൈറസ്. ആരെങ്കിലും ചിന്തിച്ചോ ഒരു പനി കൊണ്ട് ലോകം വിറപ്പിക്കുമെന്ന്? ഒന്ന് ചിന്തിച്ചു നോക്ക്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, നിങ്ങൾക്ക് നാം
ഭയം നൽകുമേ, ഭയം നൽകുമേ. ഭയത്തിലൂടെ നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. തീർന്നില്ല. വിശപ്പ് നൽകിക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുമേ. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വിശപ്പ് നാം നൽകുകയാണ്. സാമ്പത്തികമായി ഞെരുക്കം നിങ്ങൾക്ക് നാം നൽകും. വനഖ്സിം മിനൽ അംവാൽ വൽഅൻഫുസി വസ്സമറാത്ത്. കുടുംബത്തിൽ ആളുകളുടെ അംഗസംഖ്യകൾ കുറയുമേ. കുടുംബത്തിൽ മരണസംഖ്യ അധികരിക്കുന്നതാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാവുന്നതാണ്. സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകും, ബിസിനസ്സിൽ തകർച്ചയുണ്ടാകും, മാനസികമായ സംഘർഷമുണ്ടാകും, മാനസികമായി പിരിമുറുക്കങ്ങൾ ഉണ്ടാകും, മാനസികമായ ഭയപ്പാട് അല്ലാഹു നിങ്ങൾക്ക് നൽകുമേ. ഇതൊക്കെ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. വബശ്ശിരിസ് സാബിരീൻ. ആ സമയത്ത് ക്ഷമിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ മുഅ്മിനേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന പരിശുദ്ധമായ വചനം പറഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ കാരുണ്യം വർഷിക്കുന്നത് നിനക്കാണ്. നീ സന്തോഷിക്കണേ. ക്ഷമിക്കുന്ന മനുഷ്യ, നിനക്കാണ് അല്ലാഹു വർണ്ണമായ പ്രതിഫലം നൽകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ ഇന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ആചാരം കാണുമ്പോൾ അതിന്റെ പിറകെ ഓടുക. മുഅ്മിനായ മനുഷ്യൻ അവനവന്റെ സ്വന്തം പെരുന്നാൾ ദിനത്തിൽ പോലും ആഘോഷങ്ങൾ അതിരുവിടാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലേ? ആണ്. നോക്കൂ, നിങ്ങൾ പെരുന്നാളിന്റെ സുദിനത്തിലായാൽ എത്ര ഔറാദുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ പെരുന്നാൾ നിസ്കാരവും കുടുംബ ബന്ധം ചേർക്കലും മാത്രം ഒതുങ്ങിപ്പോണം, അതൊന്നും അല്ല. ഇഷ്ടംപോലെ ഔറാദുകളുണ്ട്, വിറുതുകളുണ്ട് അന്നത്തെ ദിവസം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആഉൻ. 5 രാത്രികളെ ശ്രദ്ധിക്കണേ സ്വഹാബ. ഒരൊറ്റ പ്രാർത്ഥനയും അല്ലാഹു തട്ടിക്കളയുകയില്ല ആ രാവുകൾ ശ്രദ്ധിച്ചാലെങ്കിലെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അവ്വലു ലൈലത്തിൻ മിൻ റജബ്. റജബിന്റെ ആദ്യ രാത്രിയാണ്. വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ 15 രാവാണ്. വലൈലത്തുൽ ജുമുഅ. എല്ലാ വെള്ളിയാഴ്ച രാവും ശ്രദ്ധിക്കണേ. വലൈലത്തുൽ ഈദാനി. 2 പെരുന്നാൾ രാവുകളെ ശ്രദ്ധിക്കണേ. ഇജാബത്ത് ഉറപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഷഫീമാം അടക്കമുള്ള അയിമത്തുകൾ ഈ സംഭവം രേഖപ്പെടുത്തിയില്ലേ? എത്ര പേര് ശ്രദ്ധിക്കലുണ്ട്, എത്ര ഉമ്മമാര് ഗൗനിക്കലുണ്ട്. പണ്ടൊക്കെ പെരുന്നാൾ രാവ് ഹയാത്താക്കും. ചിലപ്പോ പത്തിരി ചുട്ടിട്ട്, ചിലര് മൈലാഞ്ചി ഇട്ടിട്ട്, ചിലര് ദിക്റ് ചൊല്ലി, അങ്ങനെ പല രീതിക്ക് എന്തോ ആയിക്കോട്ടെ, അന്നത്തെ രാത്രി ഹയാത്താക്കലുണ്ട് നല്ല രീതിയിൽ തന്നെ. ആ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് എന്തോ ഹെഡ്സെറ്റും വെച്ച് ഒരു സിനിമാ പാട്ടും കേട്ട് മൂലയ്ക്ക് കിടന്ന് ഉറങ്ങി. പെരുന്നാൾ എപ്പോഴാന്ന് അറിഞ്ഞില്ല. രാവിലെ തക്ബീർ ചെല്ലുമ്പോഴേ എന്ത് പെരുന്നാൾ 8 മണിക്ക് എഴുന്നേറ്റ്. അപ്പോഴത്തേക്കും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞു. ഒരു പള്ളിയിൽ നിന്ന് കഴിഞ്ഞാൽ 8:30 ഉണ്ട്, 9 മണിക്കുള്ള പള്ളിയുണ്ട്, 9:30 പള്ളിയുണ്ട്, 10 മണിക്കുണ്ട്. സുബൈ മുതൽ തുടങ്ങും. അങ്ങനെയുള്ള പള്ളികളുണ്ടല്ലോ. എന്നാൽ പിന്നെ നമുക്ക് 10 മണിക്ക് പോവാം. 8:30 പള്ളിക്കാർ വരുമ്പോൾ ഇവൻ പതുക്കെ പള്ളിക്കുളത്തിലോട്ട് പോകുന്നുള്ളൂ പല്ല് തേക്കാൻ. പെരുന്നാളിലന്ന് രാവിലെ സുബഹിയില്ല, ഒന്നുമില്ല, സുന്നത്തും കരിക്കാൻ പോവുക. ഇതാണ് നമ്മുടെ അവസ്ഥ. സുബഹി എന്ന ഫർള് നിസ്കാരം ഇല്ല, പിന്നെന്താ കരിക്കാൻ പോകുന്നത്? പെരുന്നാൾ നിസ്കരിക്കാൻ പോവാ. അങ്ങനെ ആയി മാറി. ഞാൻ പറഞ്ഞ നമ്മുടെ അവസ്ഥ ഇപ്പൊ. അതായത് പെരുന്നാളൊന്നും അറിയുന്നേ ഇല്ല, പെരുന്നാളാകുന്നില്ല. എന്തുകൊണ്ട്? ജീവിതം മുഴുവൻ ആഘോഷാണ്. അതാണ് പ്രശ്നം. അതാ പറഞ്ഞത്. മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ വരെ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളും സഹോദരിമാരും കടന്നുകൂടി അവരുടെ ആഘോഷങ്ങൾ ഇന്ന് വാരിപ്പുണരുകയും അത് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുകയും ചെയ്യുന്നത് ഈ ഉമ്മത്തായി മാറുകയാണ്. ഈ ഉമ്മത്ത് മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങൾ ഇന്ന് വാരിപ്പുണരുകയാണ്.
നമ്മുടെ മതത്തിലെ ആഘോഷങ്ങളോ ഒരു ശ്രദ്ധിക്കുന്നുമില്ല. അതാണ് പ്രശ്നം. മതസൗഹാർദ്ദം വേണ്ടേ? മതസൗഹാർദ്ദം ഇതാണോ? മറ്റുള്ളവരുടെ മതത്തിൽ സ്വന്തം മതത്തെ ഇഴുകിച്ചേർക്കലാണോ മതസൗഹാർദ്ദം? അത് പുതിയ അറിവാണ്, ഞങ്ങൾക്കാർക്കും അറിയില്ല. 10 കൊല്ലമൊക്കെ കിതാബ് ഓതി പഠിച്ച ഉസ്താദ്മാർക്ക് ആർക്കും കിട്ടാത്ത ഒരറിവ് ഇപ്പോൾ 2-3 പേർക്ക് ആർക്കും കിട്ടിയിട്ടുണ്ട്. വഹി ഇറങ്ങിയത്. അതാണോ മതസൗഹാർദ്ദം? എടാ, മതത്തിൽ വെള്ളം ചേർക്കാതെ, മതത്തിന്റെ ആദർശത്തിലും ആശയത്തിലും വെള്ളം ചേർക്കാതെയുള്ള മതസൗഹാർദ്ദം, അതാണ് എപ്പോഴും വേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെയാണ് എത്തിച്ചേർന്നത്? ഞാൻ പറയല്ല, എത്രയോ സംഭവങ്ങൾ ഈ അടുത്തിടെ വരുന്നു. കുട്ടിയുടെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് ഒരു മതത്തിന്റെ ആചാരത്തിൽ കൊണ്ടുവന്ന് നടത്തിയ ഒരു സംഭവം ഇന്ന് കേരളക്കര വല്ലാതെ കത്തി നിൽക്കാൻ. ഒരുപാട് ആളുകൾ അതിന്റെ ക്ലിപ്പ് ഇട്ട് തന്നിട്ട്, ഇതൊന്ന് പ്രസംഗിക്കണം, ആളുകളോട് ഇതിനെക്കുറിച്ചൊന്ന് ഉത്ബുദ്ധരാക്കണം. കണ്ടില്ലേ, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. അതും പറഞ്ഞിട്ട ഒരു ഇത്താത്തയാണ്. അവര് സമൂഹത്തെ മുഴുവനും തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ആരോട് പറയാനാണ്? ഈ പറയുന്ന നമ്മളടക്കമുള്ളവർ ഇബാദത്തുകളെ ശ്രദ്ധ വെക്കുന്നവരുണ്ടോ? നമ്മളൊക്കെ ഭൗതികമാകുന്ന ലോകത്ത് തന്നെ ആഡംബര ആസ്വാദനങ്ങൾ മുഴുകി ജീവിക്കാൻ. എപ്പോഴും ആസ്വാദനാണ് ജീവിതം മുഴുവൻ ആസ്വദിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുന്നാൾ മറന്നു പോവാൻ, നമ്മുടെ ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും നമ്മൾ മറന്നുപോയി, വിസ്മരിക്കപ്പെട്ടു. കാരണം എന്തുകൊണ്ട്? 365 ദിവസവും നമുക്കിന്ന് ആഘോഷമായി മാറി. അതുകൊണ്ട് യഥാർത്ഥ ആഘോഷങ്ങളെ നാം അതിന്റെ വേണ്ട രീതിക്ക് ഗൗനിക്കാതെ പോയി. അതാണ് സത്യാവസ്ഥ. മുമ്പതല്ല. മുമ്പ് ഈ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഉള്ളൂ നമുക്ക്. അപ്പൊ അതുകൊണ്ട് അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കുമായിരുന്നു. ഇന്നത് അന്നേ ഒരു ഉടുപ്പ് എടുക്കുകയുള്ളൂ, ഒരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ അന്നേ എടുക്കുകയുള്ളൂ. ആ ചെറിയ പെരുന്നാൾ എടുക്കല്ലേ പെരുന്നാൾ. ഇന്നോ ആഴ്ചയിലെടുക്കും, മാസത്തിൽ ഉറപ്പാണ് ഉടുപ്പ് എടുക്കുന്നില്ലേ? ഉണ്ട്. ഈ മറക്കപ്പുറത്തിരിക്കുന്ന പെണ്ണുങ്ങൾ പറയട്ടെ, എടുക്കുന്നുണ്ട്. ഒരു ജോഡിയാണ് എടുക്കുന്നത്. ഒരു പരിപാടിക്ക് പോയാൽ 1, 2, 3 ജോഡി എടുക്കുക. കാരണം എന്താ? പൈസ അതുപോലെ ദുന്യാവ് അത്രമേൽ നമ്മുടെ കയ്യിൽ വന്നു ചേർന്നു. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, എല്ലാ മതങ്ങൾക്കും അവരുടെ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അവരവരുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി നിലനിൽക്കട്ടെ. ആരെ നമ്മൾ എതിർക്കല്ല. ഇസ്ലാമിൻ്റെതായ ആദർശം, ഹൈന്ദവ മതത്തിന് ഹൈന്ദവരുടേതാകുന്ന മതത്തിന്റെ ആദർശം, ക്രൈസ്തവർക്ക് അവരുടെ മതവുമായി മുന്നോട്ട് പോകാം. ഒരു മതവും അതിന്റെ മതത്തിന്റെ ആചാര്യന്മാരും ആരും തന്നെ പറയൂല നിങ്ങളൊരു മതത്തിനെ കൂടി ഇങ്ങോട്ട് കൂടിക്കലർത്തു നിങ്ങളുടെ ആദർശത്തിൽ. ആരും പറയത്തില്ല. അത്തരത്തിൽ ചെയ്യുന്നതും തെറ്റാണ്, കടുത്ത തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അത് വെള്ളം ചേർക്കലല്ലേ? നിങ്ങൾക്കറിയില്ലേ? നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടിയിട്ട് എന്താ പറയാ? ആദ്യം പറയുന്ന വാക്കേതാണ് എന്ന് പറഞ്ഞേ? ഫാത്തിഹ. അതാ കളി. ആദ്യം കൈകെട്ടിയിട്ട് എന്താ പറയുന്നത്? കൈകെട്ടിയിട്ട് ഉസ്താദേ വേഗം നിസ്കരിച്ച് തീർക്കണേന്ന് മനസ്സുകൊണ്ട് പറയും. അങ്ങനെയല്ലേ ആദ്യം പറയല്ലേ? എന്താ പറയല്? വജ്ജഹത്തു വധുവില്ലേ? എന്താ പോകുന്നത്? വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ. ല്ലേ? എന്താ ഹനീഫ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വജ്ജഹത്തു വജ്ഹി, എന്റെ മുഖത്തെ ഞാൻ തിരിച്ചു, ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ ഒരു പ്ലാനിങ് ഇല്ലാതെ സൃഷ്ടിച്ചതാകുന്ന ഒരുത്തന്റെ മുന്നിൽ, ഒരു റബ്ബിന്റെ മുന്നിൽ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുകയാണ്. ഹനീഫൻ എല്ലാ മതത്തിന്റെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും പരിപൂർണമായി പിന്തിരിഞ്ഞ് അതിൽ നിന്നെല്ലാം ഒഴിവായി യഥാർത്ഥമാകുന്ന പരിശുദ്ധമായ ദീനിലേക്ക് നിലകൊണ്ടവനായ നിലയിൽ. അതാണ് ഹനീഫ് എന്ന് പറഞ്ഞാൽ. ഋജുമാനസനായി. ഋജുമാനസ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. വേറൊരു മതത്തിന്റെ ആശയമൊന്നുമില്ല. യഥാർത്ഥ തൗഹീദിന്റെ വക്താവായി അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നിലകൊള്ളുന്നു. സ്കരിക്കാൻ പറയുമ്പോൾ ആദ്യത പറയുന്നത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കടക്കാൻ മറ്റുള്ളവരുടേതാകുന്ന ആദർശങ്ങൾ, ആശയങ്ങൾ, അത് വരാൻ പാടില്ല. നമുക്ക് നമ്മുടെ ആദർശം, അവർക്ക് അവരുടെ ആദർശം. അതാണ് ദീൻ. അതൊരിക്കലും വർഗീയതയല്ല. ചിലർ ഇത് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിൽ പറയും, അയ്യോ ഉസ്താദേ അങ്ങനെ പറയല്ലേ ഉസ്താദേ. ഇത് ലൈവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് ധൈര്യമായിട്ട്. കാരണം ഞാനൊരിക്കലും ഇത് വർഗീയത പറയില്ല. ഇതാണ് ദീൻ.
നമ്മൾ വർഗീയതല്ല, അവർക്ക് അവരവരുടെ മതം. അതാണ് നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയും അത് തന്നെയാണല്ലോ. നമ്മുടേതാവുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വിഭാവനം ചെയ്യുന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടെ മതത്തിന്റെ ആദർശവും ആശയവും അനുസരിച്ച് തന്നെ ജീവിക്കാം. അങ്ങനെ തന്നെയാണ്. അത് പ്രബോധനം ചെയ്യാം, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം. ഒരു മുസ്ലിമായ മനുഷ്യൻ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാണ് ഇവിടെ. ഒരു മോമിനാണോ മോനെ നീ അങ്ങനെ ചെയ്യരുതേ, അത് നിന്റെ ഈമാനിന് ഭംഗം വരും എന്ന് പറയാണ് ഈ സദസ്സിലൂടെ. ആരുടെയും പേരൊന്നും പറയുന്നില്ല. ആരൊക്കെയാണ് അങ്ങനെ ചെയ്തതെന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നും നിങ്ങൾക്കറിയാം. വേറെ ഒരു മതത്തിന്റെ ആളുകളും മുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ ഇത്രയേറെ ഗരിമ കാണിക്കുകയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതായി കാണാറില്ല. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ചെയ്യുമ്പോൾ ഒരു മുസ്ലിം താത്ത തലയിൽ തട്ടമിട്ടുകൊണ്ട് അമ്പലത്തിൽ വന്ന് അവിടെ എന്തെങ്കിലും ഒന്ന് കൈമാറി ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ അത് ഭയങ്കര ചിത്രമായി വരികയാണ്, ഒരു സംഭവമായിട്ട് വരികയാണ്. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ട് വരികയാണ്. അത് ജനങ്ങൾ വല്ലാതെ പൊക്കിപ്പിടിക്കുന്നു. എവിടേക്കാണ് ലോകം എത്തിപ്പോകുന്നത് നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. നമ്മുടെ ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അതാണ് നമ്മുടെ വിശ്വാസം. അല്ലാഹുവിൽ അടിയുറച്ചു നിൽക്കിൻ സഹോദരങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇശാ നമസ്കരിച്ചവരോട് ആ നിസ്കാരത്തിലെങ്കിലും നീ അള്ളാഹുവിനെ ഓർത്തിരുന്നോ? ഇല്ല എന്നല്ലേ വസ്തുത. പിന്നെന്ത് മോമിനാണ് നീ? പിന്നെന്ത് സത്യവിശ്വാസിയാണ് നീ? വെറുതെ പറച്ചിലുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് 10 പേരുടെ മുന്നിൽ നാവാടി നടക്കാതെ നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ആഖിറത്തെ ഒന്ന് ചിന്തിച്ചുകൂടെ? പരലോകം ഒന്ന് രക്ഷപ്പെടണ്ടേ? നീ ഒന്ന് നന്നാവ്, നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടട്ടെ. അവരൊന്ന് ഈമാനുള്ളവരാക്കി. അതിനുവേണ്ടിയാണ് മദ്രസ വിദ്യാഭ്യാസം, അതിനുവേണ്ടിയിട്ടാണ് ഈ ദീനിയ വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കുന്നത്. ദറസിലേക്ക് വിടുന്നത്, അറബി കോളേജിലേക്ക് വിടുന്നത്, ഹിഫ്ള് പഠിപ്പിക്കാൻ വിടുന്നത്. മക്കൾക്ക് ദീനുമായിട്ടുള്ളൊരു ബന്ധം, അല്ലാഹ് ആരാണ്, റസൂൽ ആരാണ്, കിതാബ് ഏതാണ്, ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കണ്ടേ പുതിയ തലമുറയ്ക്ക്? മക്കളൊക്കെ തെറ്റിലേക്ക് പോവാൻ. കള്ളും കഞ്ചാവും രഹസ്യമായും പരസ്യമായും ഒക്കെ തെറ്റ് ചെയ്യുന്ന വിഭാഗമായി ഇന്നത്തെ തലമുറ പോവാൻ. കൊലപാതകങ്ങൾ നടത്തുന്നതിൻ്റെ ഒക്കെ മുന്നിൽ നിൽക്കുന്നത് 23 വയസ്സും 25 വയസ്സൊക്കെ ഉള്ള ചെറിയ കുട്ടികളാണ്. 15ഉം 25ന്റെയും ഇടയിലുള്ളതാകുന്ന കുട്ടികളാണ് കള്ളിന്റെയും ലഹരിയുടെയും ഒക്കെ അടിമപ്പെട്ടതാകുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറ പോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ ഓണത്തിന് തന്നെ കുടിച്ചു തീർത്തതാകുന്ന കണക്കുകൾ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഈ ഒരു ജനറേഷനിലാണ്. അതിൽ ആണുങ്ങളുമുണ്ട്, സ്ത്രീ വിഭാഗവുമുണ്ട്. നഊദു ബില്ലാഹ്. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ഒരുമിച്ചിരുന്നു കൊണ്ട് കുപ്പി പൊട്ടിക്കുന്ന രംഗം, അത് ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടിടുന്ന രംഗം, വലിയ വലിയ യൂട്യൂബർമാർ പോലും ഇങ്ങനെയുള്ളതാകുന്ന ബാറുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നതായ രംഗം. ഈ അടുത്തിടെ അതുവരെ കേസായ ഒരു സംഭവം നമ്മൾ വാർത്താ മീഡിയയിലൂടെ കാണുകയുണ്ടായി. ആളുകളെ കുടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന സദസ്സുകളിലേക്ക്, കുത്തരങ്ങൾ നടക്കുന്നതാകുന്ന സദസ്സുകളിലേക്ക് പോകാൻ വേണ്ടി ആളുകൾക്ക് പ്രചോദനം കൊടുക്കുന്ന ഒരവസ്ഥ. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ലാ യശ്ഹദൂന الزور വഇദാ മറൂ باللغو مروا كراما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളെ പരിചയപ്പെടുത്തുകയാ. പഠിച്ചു വെക്കണേ മുസ്ലിമേ, മുസ്ലിമത്തേ. വല്ലദീന ലാ യശ്ഹദൂന الزور. യഥാർത്ഥ സത്യവിശ്വാസികൾ ആരെന്നറിയുമോ? വല്ലദീന ലാ യശ്ഹദൂന الزور. അമുസ്ലിമീങ്ങളുടേതാകുന്ന ആഘോഷവേളകളിൽ പങ്കെടുക്കാത്തവരാണ് യഥാർത്ഥ മുഅ്മിനെന്ന് പരിശുദ്ധമായ ഖുർആൻ. കാരണം നമുക്ക് നമ്മുടെ ആഘോഷം, അവർക്ക് അവരുടെ ആഘോഷം. ഖുർആനാണിത്. ലാ യശ്ഹദൂന الزور ഐ ഫീ അഅയാദിൽ മുശ്രിക്കീന. മുശ്രിക്കീങ്ങളുടേതാകുന്ന ആഘോഷങ്ങളിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്താൻ. എൻ്റെ കയ്യിൽ നിന്നും ഒരു സാധനം ഇടുന്നില്ല. ശരിക്കും മനസ്സിലായിക്കും. മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയാണ്, ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറയുന്നു, അസ്സൂർ എന്നതിന്റെ മഅന
മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അവിശ്വാസികളാകുന്ന ആളുകളുടെ ആചാരങ്ങളിൽ നിങ്ങൾ ഒരിക്കലും കൈകടത്താൻ പാടില്ല. അവരുടേതാകുന്ന വിഷയങ്ങൾ കൈകടത്താൻ. എല്ലാത്തിനും എന്തിനാ മുഅ്മിന് അതിന്റെ ആവശ്യം? അവർ നമ്മുടെ മതത്തിന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കാൻ വരുന്നില്ലല്ലോ. അതൊരിക്കലും ഒരു ഇതല്ലല്ലോ, അതിൻ്റെ ഗുണമല്ല, കാര്യമല്ലല്ലോ. നമ്മളിത് പറയുമ്പോൾ തന്നെ ചിലർക്ക് തെറ്റിദ്ധാരണ വന്നേക്കാം, മറ്റു മതസ്ഥരെ കുറ്റപ്പെടുത്താണ്. ഒരിക്കലും അല്ല. അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഒരു മതത്തിനെ കുറിച്ചും അവരുടെ ദൈവങ്ങളെക്കുറിച്ചും മിത്താണ്, അതാണ്, ഇതാണെന്ന് എന്നുപോലും പറയാൻ പാടില്ല. അതാണ് ഖുർആൻ അതുവരെ വിലക്കിയിട്ടുണ്ട്. അതും പറഞ്ഞിട്ടുണ്ട്. ഒരായത്ത് വേണം അതിന് ഓതിത്തരാം. بسم الله الرحمن الرحيم ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നതാകുന്ന ബഹുദൈവ ആരാധകരാകുന്ന ആളുകളില്ലയോ, അത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ ദൈവങ്ങളെ നിങ്ങൾ ഒരിക്കലും ചീത്ത വിളിക്കരുതേ, ചീത്ത വിളിക്കരുതേ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ولا تسبوا الذين يدعون من دون الله. അല്ലാഹു അല്ലാത്ത മറ്റുള്ളതാകുന്ന ആളുകളെ ഇലാഹാക്കി വെക്കുന്നവർ, ദൈവമാക്കി വെക്കുന്നതായ ആളുകളില്ലയോ, അവരുടെ ഇലാഹുകളെ, അവരുടെ ദൈവങ്ങളെ നിങ്ങൾ മ്ലേച്ഛമാക്കരുതേ. അനാവശ്യമാകുന്ന വാക്കുകൾ കൊണ്ടുപോലും അവരോട് ഒരു വാക്ക് പോലും പറയരുതേ. പറയാൻ ചെയ്യരുത് എന്നാ പറഞ്ഞത്. കാരണം അവർക്ക് അവരുടേതാകുന്ന ദൈവത്തിന് ബഹുമാനം അവർ വെച്ച് പുലർത്തുന്നുണ്ട്. അതങ്ങനെ തന്നെ വേണം. നമ്മൾ ചീത്ത വിളിക്കാൻ പോകണ്ട അല്ലാഹ് പറയാണ്. അതാണ് ദീൻ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു മതവും ആ മതത്തിന്റെ അനുയായികളും അവരുടേതാകുന്ന മതത്തിൽ മറ്റുള്ളവർ ചേരുന്നതിനോട് ആർക്കും താല്പര്യമില്ല. മുസ്ലിമിന് മാത്രമല്ല, മറ്റുള്ള മതസ്ഥരും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥ ഹൈന്ദവനും അങ്ങനെ തന്നെയാണ്, യഥാർത്ഥ ക്രൈസ്തവനും അങ്ങനെ തന്നെയാണ്. പിന്നെന്തിനാണ് ഇത്തരത്തിലുള്ള ചെയ്തികളൊക്കെ വരുന്നത്? മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു തോന്നലുകൾ ഉണ്ടായിത്തീരും. എന്തിനാണ് മുസ്ലിമീങ്ങളാകുന്ന സഹോദരങ്ങൾക്ക് അതുപോലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിത്തീരുന്നുണ്ട്? അവർക്കിതാ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന് മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾ. വരും വർഷങ്ങളിൽ ആളുകളുടെ എണ്ണം ഇതിലേക്കൊക്കെ വർദ്ധിച്ച് ഈമാൻദാരികളായി നിലകൊള്ളുന്ന, കിതാബ് ഓതി പഠിക്കുന്ന, ദർസി രംഗത്ത് നിലകൊള്ളുന്ന, അല്ലെങ്കിൽ മദ്രസ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു തലമുറയിൽ നിന്ന് ആത്മീയമാകുന്ന വിദ്യാഭ്യാസത്തിന്റെ ശോഷണമുണ്ടാകും. അവരൊക്കെ തന്നെ മാറി ചിന്തിച്ച് ഭൗതിക ലോകത്തിൻ്റെതാകുന്ന ഒരു ഉറവിടത്തിലേക്ക് 2023 വന്നിട്ടും ഇപ്പോഴും ഇവരൊക്കെ ഉറക്കത്തിലാണോ എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിലെ പാവങ്ങൾ ഇങ്ങനെ ക്രൂശിക്കാൻ. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ മതത്തിന്റെ ആദർശമനുസരിച്ച് ജീവിച്ചു പോകണം. ഖുൽ, നബിയെ തങ്ങൾ പറയൻ, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അതാണ് ദീൻ. തുറന്നു പറയാൻ. അവർക്ക് അവരവരുടെ മതമായിട്ട് തന്നെ പോകവേ അയൽവക്കത്തുള്ള പാവപ്പെട്ട അമുസ്ലിം സഹോദരൻ, അവന്റെ കുടുംബം, അവന്റെ മക്കൾ, അവന്റെ കുടുംബങ്ങൾ പട്ടിണിയാണ്, ദുരിതത്തിലാണ്, പ്രയാസത്തിലാണ്, അസുഖബാധിതരാണ്. നീ ശുശ്രൂഷിക്കണം, നോക്കൽ നിർബന്ധം. നിന്റെ മതം അത്രമേൽ വിശാലമായ കാഴ്ചപ്പാടാണ്. നിന്റെ കറിയിൽ അല്പം കൂടി ചാറ് കൂട്ടിവെച്ചിട്ട് അവർക്ക് കൂടി വിരുന്നൂട്ടിൻ അവരുടെ മക്കളെയും നിന്റെ മക്കളായി കണക്കാക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതാണ് വർഗീയതയല്ല, കാരുണ്യം വാരി വിതറുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പഠിക്കാൻ വെക്കേണ്ട പാടാണ്.
പക്ഷെ ആശയത്തിലും ആദർശത്തിലും അങ്ങനെ തന്നെ നിലനിൽക്കണം. അവനവന്റെ ഇബാദത്തുകൾ കറക്റ്റായി ശ്രദ്ധിച്ചു പോകണം. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പലസ്തീനിൽ ചെന്നു. പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകവേ അവിടെയുള്ള പാതിരിമാർ അക്കാലഘട്ടത്തിൽ അവരുടേതാകുന്ന പള്ളിമേടയിൽ നമസ്കാരത്തിന് സമയമെത്തിയപ്പോൾ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ആരോട് പറയുന്നു? അമീറുൽ മുഅ്മിനീൻ രണ്ടാം ഖലീഫ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇവിടെ നിസ്കരിക്കാൻ. അദ്ദേഹം പറയുന്നു, ഞാൻ നിസ്കരിക്കുന്നില്ല ഇവിടെ. എന്തുകൊണ്ടാണ് നിസ്കരിക്കാത്തതെന്നറിയുമോ? ഇനി ഒരു തലമുറ വരുമ്പോ രണ്ടാം ഖലീഫയാകുന്ന ഉമർ നിസ്കരിച്ച സ്ഥലമാണിത്, ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് എനിക്ക് ശേഷം വരുന്നതാകുന്ന മുസ്ലിമീങ്ങൾ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാതിരിക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതാണ് ഞാൻ ഇവിടെ നിസ്കരിക്കാതിരിക്കലെന്ന് പറഞ്ഞ് ആ നിസ്കാരത്തിൻ്റെതാകുന്ന അനുമതിയെ സ്നേഹപൂർവ്വം നിഷേധിച്ച് മാറിയതാകുന്ന വ്യക്തിയാണ്. സ്നേഹം ലോകത്തിന് കാഴ്ചവെച്ച വ്യക്തിയാണ്. കലാപം ഉണ്ടാക്കാതിരിക്കാൻ പരിശ്രമിച്ച വ്യക്തിയാണ് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെയാണ് സല്യൂട്ട് ചെയ്തത്. ഹൃദയം കൊണ്ടും ശരീരഭാഷ കൊണ്ടും മനസ്സുകൊണ്ടും വരിച്ചത് മഹാത്മാഗാന്ധിജി. അദ്ദേഹത്തിന്റെ ഭരണമാണ് ഇവിടെ വേണ്ടത്. അദ്ദേഹം ആര് പറഞ്ഞതാണ്? മഹാത്മാഗാന്ധിജി പറഞ്ഞതാണ്. എന്തുകൊണ്ട്? ഒരാളോടും വെറുപ്പുമില്ല, വിദ്വേഷവും ഇല്ല, ഒന്നുമില്ല. അവരുടെ നാട്ടിൽ അതിഥിയായി വന്ന വ്യക്തി അവർ കൊടുത്തതാകുന്ന പ്രാർത്ഥനാ മഠത്തിൽ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിസ്കരിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, സ്നേഹത്തോടുകൂടി ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം വരും തലമുറയിൽ ആരെങ്കിലും ഒരു കലാപത്തിന്റെ തിരികൊളുത്താൻ കാരണമായേക്കും. ഉമർ നിസ്കരിച്ച ഭൂമിയാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ പള്ളി പിടിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടത് വേണ്ട എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടി ഒഴിവാക്കി. ചിന്തിക്കണം സഹോദരങ്ങളെ, അതാണ് ഈ വിശുദ്ധ ഇസ്ലാം. മതത്തിന്റെ ആദർശത്തിൽ വെള്ളം ചേർക്കലിലല്ല കാര്യം. ഇതൊക്കെ ഉണ്ടായിത്തീരുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് ജീവിതം മുഴുവനും ആഘോഷിക്കണം എന്നുള്ള ചിന്താധാരയാണ്. എപ്പോഴും ആഘോഷമാണ്. അത് തന്നെ മറ്റുള്ളവരുടേതാകുന്ന കാര്യങ്ങളിൽ എങ്ങനെയെങ്കിലും തലയിടണം, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധ തിരുത്തിക്കൊണ്ട് നിലകൊള്ളണം. അതിന്റെ പുറകെ തന്നെ ചിന്തയായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. നമ്മൾ അപകടമാണത്, ഈമാനിന്റെ കുറവാണത്. വളരെ ശ്രദ്ധിക്കണേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അസർബൈജാനിലേക്ക് ഒരു കത്തയക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ്, ഇയ്യാകും വത്തനഉമാ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ. ധാരാളം സുഖത്തോടുകൂടിയുള്ള ആസ്വാദത്തോടുകൂടിയുള്ള ജീവിതത്തെ ശ്രദ്ധിക്കണേ. വസിയ അഹ്ലിൽ കുഫാർ, അവിശ്വാസികളുടേതാകുന്ന വസ്ത്രധാരണ രീതി അത് നിങ്ങളുടേതാകുന്ന ശരീരഭാഷയിൽ കൊണ്ടുവരരുതേ എന്നും സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർക്കൊരു ശരീരഭാഷ, ഒരു വസ്ത്രധാരണ രീതി ഉണ്ടാവും, അത് നിങ്ങൾ എടുക്കരുത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവരൊരു ആദരവ് കൊടുത്ത വസ്ത്രമാണ്. ജഅഫറാൻ, കുങ്കുമ ചായ ഉള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടൊരു സഹാബി വര്യൻ മുത്തുനബിയുടെ അടുക്കൽ വന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഇത് ധരിക്കരുത്, ലാ തൽബിസ്ഹ, നീ ധരിക്കരുത് എന്നെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ? കാരണം അവരുടെ മതത്തിൽ അത് വലിയൊരു വിഭാഗത്തിന്റെ സന്യാസിമാർക്ക് നൽകുന്ന വലിയൊരു വസ്ത്രധാരണ രീതിയാണ്. അത് നീ ധരിച്ച് മോശമാക്കരുത്, അത് അവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനാണ്. ലാ തൽബിസ്ഹ, നീ അത് ധരിക്കണ്ട എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും അതിട്ടുകൊണ്ട് നടന്നാൽ പിന്നെ അവരാ വസ്ത്രം ധരിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടാവും? ഇപ്പോൾ ഉസ്താദുമാരുടെ ഒരു തലയെക്കെട്ടും അവരുടെ രീതിയും അവരുടെ വസ്ത്രവിധാനവും നാടന്മാരെല്ലാം കെട്ടിക്കൊണ്ട് നടക്കാണ്. തലയെക്കെട്ടും കെട്ടി നടന്നാൽ പിന്നെ ഏതാ ഉസ്താദ്? കൈമടക്ക് മൊത്തം വേറെ ആൾക്കാർക്ക് പോത്തില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം അത് കാത്തു സൂക്ഷിക്കുക. നാടന്മാർ അവരുടെ രീതിയിൽ തന്നെ പോവുക. എല്ലാവരും അവരുടെ രീതിയും വസ്ത്രവിധാനം, അവരുടെ ഒരു ഉണ്ട് വസ്ത്രവിധാനം. ആ വസ്ത്രവിധാനം നാടന്മാർക്ക് നാടന്മാരുടെ വസ്ത്രവിധാനം, ആലിമീങ്ങൾക്ക് അവരുടെ വസ്ത്രവിധാനം, അത് ശ്രദ്ധിക്കണം നമ്മൾ. ഇതെല്ലാ വിഭാഗത്തിലും ഉണ്ട്. അത് പരിപൂർണമായി നമ്മൾ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഇതൊക്കെ ഉണ്ടായിത്തീരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നാണ്. അതാണ് അസ്ല്. എപ്പോഴും മനസ്സിലിങ്ങനെ നമുക്ക് സന്തോഷം വേണം. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഒഴിവ് ദിവസം കിട്ടുമ്പോൾ ഖുർആൻ ഇച്ചിരി ഓതാ, ഇച്ചിരി ദിക്റല്ലാന്ന് ചിന്തിക്കാതെ നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് കറങ്ങാൻ പോവാം, ഊട്ടിക്ക് പോവാം, കൊടൈക്കനാൽ പോവാം. നേരത്തെ അടുത്ത സ്കൂൾ അവധിക്ക് നമുക്ക് എവിടെയാ ടൂറ് പോകേണ്ടത്, പാക്കേജ് തയ്യാറാക്കുക.
ഇപ്പൊ കുടുംബത്തിനൊക്കെ ഗ്രൂപ്പുകളുണ്ട് അല്ലേ? വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കുടുംബത്തിനൊക്കെ മിക്കടുത്തും എന്തുണ്ട്? അതുപോലെ തന്നെ പല ഗ്രൂപ്പുകളും ഉണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പ് മാത്രമല്ല, കുടുംബ സംഗമങ്ങളുണ്ട്, പല പരിപാടികളുണ്ട്. എല്ലാവരും ആസൂത്രണം ചെയ്യുന്നത് എന്തൊക്കെയാണ്? എന്റർടൈൻമെന്റ് ആണ്. എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി വെച്ചിട്ട് നമുക്കൊരു ആസ്വാദനം ഉണ്ടാക്കി തീർക്കണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എവിടെയെങ്കിലും പോയി ഒരു ടൂർ പ്രോഗ്രാം പ്ലാൻ ചെയ്യണം. അങ്ങനെ പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. ബസ്സിൽ 4-5 ബസ്സിൽ ഒരുമിച്ച് പോയിട്ട് ഒന്നില്ലെങ്കിൽ ഊട്ടിക്ക് പോവുക, കൊടൈക്കനാൽ പോവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു പാക്കേജ് അവർ തയ്യാറാക്കുക. നേരെ മറിച്ച് നമുക്കെല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഇന്ന ദിവസം ഒഴിവുണ്ട്, അന്ന് നമുക്ക് കൂടിയിരുന്ന് ഒരുമിച്ചിരുന്നിട്ട് ഓരോ ജുസ് ഓരോരുത്തർക്ക് കൊടുത്തിട്ട് ഒരു ഖത്മ ഓതി തീർത്തിട്ട് ദുആയിരക്കാം. നമ്മളൊന്ന് മരണപ്പെട്ടു പോയ മഹത്തുക്കൾ. പിന്നെ അതൊന്നും വേണ്ട, അതൊന്നും ഈമാനും ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട. മറ്റൊന്നും തന്നെ തീരുമാനിക്കും. നമ്മുടെ ജീവിതത്തിൽ ഖൈർ ബറക്കാത്തുകൾ കിട്ടാൻ നമുക്കൊക്കെ ഒരു ഖത്മ ഓതിക്കൂടെ? ചിന്തിക്കുന്നുണ്ടോ സഹോദരങ്ങൾ? എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു 100 ചൊല്ലിത്തീർക്കാൻ എത്ര പേര് പരിശ്രമിക്കുന്നുണ്ട്? 70,000 തഹ്ലീല് അവനവൻ സ്വന്തത്തിന്മേൽ ചൊല്ലിക്കൊണ്ട് തന്നെയെങ്കിലും ഹദിയ ചെയ്യണം. മരണപ്പെട്ടവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ തീർച്ചയായും അവർക്ക് നരകീയ മോചനം കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 1,00,000 സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ഓതണം. ഖുൽ ഹുവല്ലാഹു അഹദ് 1,00,000 അവനവൻ സ്വന്തമായി. നിസ്കാരത്തിലാണ് ആകെ ഓതിയത് പഠിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ്. ഒറ്റ ഓതിയിട്ട് വേഗം റുക്കുയിലേക്ക് പോകും. 1,00,000 ഓതി തീർക്കണം സ്വന്തമായി. ഖബർ ജീവിതത്തിൽ നിന്ന് സംരക്ഷണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും സ്വന്തമായിട്ട് ഇത് ആരെങ്കിലും ഓതി തീർത്തവരുണ്ടോ? ഒന്നുമില്ല. നമ്മളിങ്ങനെ കളിച്ചും രസിച്ചും ഇങ്ങനെ ദുനിയാവിൽ അടിച്ചു പൊളിച്ചു പോവാൻ ഒരു പിടുത്തം ഉണ്ടാകും. പിന്നെ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കിയാൽ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ പറ്റൂല. അതുകൊണ്ട് തെറ്റ് ചെയ്യാത്തവരില്ല, എല്ലാവരും തെറ്റുകാരാണ്. കുല്ലുബിനി ആദമ ഖത്താഉൻ, ഹദീസിലുണ്ട്. ആദം സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്, തെറ്റുകാരാണ്. മാനസികമായി പല രീതിക്കുമുള്ളതാകുന്ന സന്ദർഭങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ അറിയാതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും. അള്ളാഹു നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷെ ഈ തെറ്റുകൾ ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് നിറഞ്ഞ തൗബ അള്ളാഹുവിലേക്ക് ചെയ്യുമ്പോഴാണ് അള്ളാഹു നമുക്ക് അവന്റെ കാരുണ്യത്തിന്റെ കവാടം തുറന്നു നൽകുക. ദുനിയാവിന്റെ പിറകെ നീ ഓടി ആഖിറത്ത് നീ നഷ്ടപ്പെടുത്തി. ഈ ഇരിക്കുന്ന സഹോദരങ്ങളെ ചിന്തിക്കൻ, സഹോദരിമാരെ മനസ്സിലാക്കിൻ. വയസ്സ് എത്രയായി? 50, 60, 70 വയസ്സെത്തിയവരില്ലേ? 40 കഴിഞ്ഞവരില്ലേ? 30 എത്തിയവരില്ലേ? 20 കഴിഞ്ഞവരില്ലേ? ചെറിയ മക്കൾ ഈ സദസ്സിലില്ലേ? എപ്പോഴാണ് മരണം നമുക്കുണ്ടാവുക? അടുത്ത സെക്കൻഡിൽ നമ്മൾ മരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ മരണം മാടി വിളിക്കും. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിൽ നാം പിടിമുറുക്കപ്പെടും. 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക്, ഇരുണ്ട തുരുത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെക്കപ്പെടും. ഇടവാ ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ നാളെ കൊണ്ടുപോയി നിന്നെ അടക്കം ചെയ്യപ്പെടാനുള്ളതാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് കുടുംബങ്ങളാണ് ഇന്ന് ആ ഖബറിൽ കിടക്കുന്നത് എന്ന് നാം ചിന്തിക്കും. ആ പള്ളിക്കാട്ടിൽ എത്ര ആളുകളാണ്? അവിടേക്ക് നാളെ നിന്നെ കൊണ്ടുവന്ന് ഖബറടക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്ന് നിന്റെ ചാരത്തിരിക്കുന്ന ആരെങ്കിലും നാളെ ഉണ്ടാകുമോ? നീ ഇന്ന് മടിയിൽ വെച്ചിരിക്കുന്ന നിന്റെ പൊന്നു മോനോ മോളോ ആരെങ്കിലും നിനക്ക് തുണയുണ്ടാകുമോ? നിന്റെ ഭർത്താവോ നിന്റെ കൂട്ടുകാരനോ നിന്റെ മക്കളോ ആരാണ് നിനക്ക് രക്ഷയ്ക്ക് വരിക? നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ മാത്രമാണ് നിനക്ക് തുണയുണ്ടാവുക. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ മാത്രമാണ് നിനക്ക് തുണയുണ്ടാവുക. നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത അമലുകൾ മാത്രമാണ് നിനക്ക് തുണയുണ്ടാവുക. മനസ്സിലാക്കി. സാലിഹായ മക്കളുണ്ടെങ്കിൽ രക്ഷപ്പെടും. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇന്നത്തെ തലമുറ നോക്കിയിട്ട് നിനക്ക് സാലിഹാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. കാരണം മക്കളുടെയൊക്കെ പോക്ക് ഏത് നിലയ്ക്കാണ്? പറഞ്ഞാൽ അനുസരണയില്ല. വാപ്പയും ഉമ്മയും വാർദ്ധക്യ ശോകത്തിന് അടിമപ്പെട്ടുകൊണ്ട് കിടക്കുമ്പോഴും ഒന്ന് തിരിഞ്ഞുപോലും നോക്കാത്ത മക്കളായി ഇന്നത്തെ തലമുറ മാറുകയാണ്. കള്ളുകുടിച്ചും രസിച്ചും രമിച്ചും ഇങ്ങനെ നിലകൊള്ളാൻ. അവൻ കാണാത്ത സിനിമകളില്ല. ഏത് സിനിമ ഇറങ്ങി അതിന്റെ കഥ അവനോട് ചോദിച്ചാൽ മതി. ഏതൊക്കെ അപ്ഡേഷനുകൾ ഫോണിൽ വന്നാലും ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ മതി. ഉമ്മ നീ വിവരമില്ലാത്തവളായി മാറി, ഉപ്പ നീ വിവരമില്ലാത്തവനായി മാറി.
ഭൗതികയുടെ ഈ കളിപ്പുറങ്ങളും ഈ തൊലിപ്പുറത്തുള്ളതാകുന്ന ജീവിതവുമൊക്കെ നിനക്കിന്ന് തിരിയാതെ പോയി. ഇതൊരു പുതിയ യുഗമായി മാറിയിരിക്കാൻ നീ ഇവിടെ ഒരു കളിപ്പാവയായി നിലകൊള്ളുകയാണ്. നീ മനസ്സിലാക്കി നീ എന്താണ് ആഖിറത്തിന് വേണ്ടി ഒരുക്കൂട്ടിയിട്ട്. വർഷം ഇത്ര കഴിഞ്ഞു ജീവിച്ചത് മക്കൾക്ക് വേണ്ടി, വർഷം ഇത്ര കഴിഞ്ഞു ജീവിച്ചത് മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. നീ നിനക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഖത്മ് തീർക്കാൻ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര സലാത്തുകൾ നിനക്ക് ചെല്ലാമായിരുന്നു? നീ സലാത്ത് അധികരിപ്പിച്ചോ? ഒരു ദിവസം ഒരു 100 സലാത്ത് വീതമെങ്കിലും നിനക്ക് ചെല്ലാമായിരുന്നല്ലോ. അതിനുള്ള സമയമുണ്ടായിരുന്നു. അശുദ്ധിയുടെ ഘട്ടത്തിൽ പോലും ചൊല്ലിയാൽ നിനക്ക് പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ സലാത്തിനെ നീ അവഗണിച്ചവളായിരുന്നില്ലേ? തൃണവൽഗണിച്ചവളല്ലേ? എത്രയോ തിരുസുന്നത്തുകളെ നീ ശ്രദ്ധിക്കാതെ പോയി, എത്രയോ നമസ്കാരങ്ങളെ നീ ഗൗനിക്കാതെ പോയി, എത്രയോ ഇബാദത്തുകൾക്ക് നീ ശ്രദ്ധ കൊടുക്കാതെ പോയി. എന്നാൽ എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ ആസ്വാദനത്തിന്റെ വേളകൾക്കും നേരത്തെ തന്നെ സദസ്സിൽ ഇടം പിടിക്കുന്നവളായി നീ മാറി. ആഖിറത്തെ ചിന്തിക്കുന്നവളായി നീ മാറിയില്ല. കൈകടിക്കേണ്ടി വരും നാളെ ആഖിറത്തിൽ, കൈകടിക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ യഉല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദതു മഅ റസൂലി സബീലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വയൗമ യഉല്ലാലിമു അലാ യദൈഹി. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ദർബാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തപ്പെടുന്ന ഘട്ടത്തിൽ, കത്തിയാളുന്ന നരകത്തെ മുന്നിൽ കാണുന്ന ഘട്ടത്തിൽ, നാളെ കൈ കടിച്ചുകൊണ്ട് ചില ആളുകൾ, അക്രമികളാകുന്ന ആളുകൾ വിളിച്ചു പറയുമത്രേ, യാ വൈലത്താ, എന്റെ നാശമേ, എന്റെ ദുഃഖമേ, എന്റെ വിരഹമേ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ കൂട്ടുകാരനാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ, എത്ര നന്നായിരുന്നു അല്ലാ. ദുനിയാവിൽ കള്ള് കുടിക്കുന്നവനെ നീ കൂട്ടുകാരനാക്കി, സിനിമ കാണുന്നവനെ കൂട്ടുകാരനാക്കി, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കാണുന്നവനെ കൂട്ടുകാരനാക്കി, തമ്മാടി റൗഡിയുമായിട്ടുള്ള ചെറുപ്പക്കാരനുമായി നീ ചങ്ങാത്തം മുൽകി. അവനല്ലേ നിനക്ക് കള്ള് ഷാപ്പ് പരിചയപ്പെടുത്തിയത്? അവനല്ലേ നിനക്ക് തിയേറ്റർ പരിചയപ്പെടുത്തിയത്? അവനല്ലേ നിന്റെ കണ്ണുകളെ മലീമസമാക്കിയത്? ഹറാമിൻ്റെതാകുന്ന കാഴ്ചകൾ നിനക്ക് സമ്മാനിച്ചത് അവനല്ലേ? ആദ്യമായി ബ്ലൂ ഫിലിമിന്റെ CD ഇട്ട് കാണിച്ച് നിന്റെ കണ്ണുകളെ മഞ്ഞളിപ്പിച്ചതും അവനല്ലേ, അവനല്ലേ. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ ചെറുപ്പക്കാരാ നീ വിളിച്ചു പറയുകയാണ്, യാ വൈലത്താ, യാ വൈലത്താ, ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. ഇന്നാലിന്ന കൂട്ടുകാരനുമായി ചങ്ങാത്തം പുൽകാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ, എത്ര നന്നായിരുന്നു റബ്ബേ. എനിക്ക് ആ കൂട്ടുകാരിയെ കിട്ടിയതാണല്ലോ. 8ാം ക്ലാസ്സിൽ അവളുമായി ചങ്ങാത്തം പുൽകിയ കാലഘട്ടം മുതൽ അവൾ എന്നെ വഴിപിഴപ്പിച്ചു കളഞ്ഞു റബ്ബേ. ഇന്ന കൂട്ടുകാരനുമായി പ്രണയത്തിലാക്കിയത് അവളാണ്, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നവളാണ്. ഞാൻ +2 പഠിക്കുന്ന കാലഘട്ടത്തിൽ ദീനിയായ ബോധത്തിൽ ജീവിച്ചവളെന്നവളാണ്. അതാ വിവാഹത്തിന് ശേഷം BA-ക്ക് വേണ്ടി പോയ സമയത്ത് മറ്റുള്ളതാകുന്ന പെണ്ണുങ്ങൾ എന്നെ അതാ ഇന്ന ചെറുപ്പക്കാരനുമായി പരിചയപ്പെടുത്തുകയാണ്. അതിലൂടെ ഞാൻ ഹറാമായ ചിന്ത വെച്ചു, എന്റെ ഭർത്താവിനെ വഞ്ചിച്ചു, മോശമാകുന്ന രീതിയിൽ എന്റെ ശരീരത്തെ കൊണ്ടുപോയി റബ്ബേ. യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. എന്നെ ചങ്ക് ബ്രോയായി ഇന്നവനെ കൂട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. കൈ കടിച്ചുകൊണ്ട് നാളെ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ നിർത്തി കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ അല്ലാഹുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന രംഗമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ലഖദ് അളല്ലനി
അനിൽ ദിക്ർ ബഅദ ഇദ് ജാഅനി വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂലാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുന്ന രംഗമാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ പിഴപ്പിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല റബ്ബേ ലഖദ് അളല്ലനി അനിൽ ദിക്ർ, പരിശുദ്ധമാക്കപ്പെട്ട ദീൻ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നവനാണ് ഞാൻ, ഖുർആൻ ഓതിയിരുന്നവനാണ്, വാളുകൾ കേട്ടിരുന്നവനാണ്, ശ്രവിച്ചിരുന്നവനാണ്, ഖബറിന്റെ ഭയപ്പാടിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരുന്നവനാണ്, ഖബറിന്റെ ഇടുക്കത്തെ കുറിച്ചും അതിന്റെ നെരുക്കത്തെ കുറിച്ചും അതിന്റെ അദാബുകളെ കുറിച്ചും വ്യക്തമായി കാഴ്ചപ്പാടുള്ളവനായിരുന്ന റബ്ബേ നമസ്കാരങ്ങൾ ചിട്ടവെച്ച് പോന്നിരുന്നവനാണ് അല്ലാഹ്. ലഖദ് അളല്ലനി അനിൽ ദിക്ർ ബഅദ ഇദ് ജാഅനി. എല്ലാ വിശ്വാസ പ്രമാണങ്ങളും എനിക്ക് എത്തിയതിനു ശേഷം എന്നെ പിഴപ്പിച്ച് കളഞ്ഞവനാണ് റബ്ബേ എൻ്റെ ഈ കൂട്ടുകാരൻ, എൻ്റെ ഈ ചങ്ക് ബ്രോ അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹുവേ എന്നെ ശിക്ഷിക്കുന്നതിന് മുമ്പ് അവന് കൂടി ശിക്ഷ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ കൈകടിച്ചുകൊണ്ട് വിലപിക്കുന്ന രംഗം കടന്നു വരുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. പക്ഷെ ഒരാൾക്കും മറ്റൊരാളുടെ പാപഭാരം ചുമക്കാൻ പറ്റൂല. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത ഹൃദയമായി നിലകൊള്ളുന്ന സലീമായ വ്യക്തിയാണോ നിനക്ക് തീർച്ചയായും സ്വർഗമാണ്, സ്വർഗമാണ്. സമ്പത്ത് കൊടുത്തിട്ട് പടച്ച റബ്ബിനെ വിലക്കെടുക്കാമെന്ന് നീ കരുതരുതേ, കരുതരുതേ. കാരണം നിനക്ക് കിട്ടിയിരിക്കുന്ന സമ്പാദ്യവും നിനക്ക് കിട്ടിയിരിക്കുന്ന അഭിജാത്യവും നിനക്ക് കിട്ടിയിരിക്കുന്ന തറവാടിത്തവും മഹത്വവുമെല്ലാം അല്ലാഹു നിനക്ക് വെച്ച് നീട്ടിയിരിക്കുന്ന സംഭവമാണ്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. എൻ്റെ കയ്യിൽ ഡോളറുകളുണ്ട് റബ്ബേ, ഞാൻ മില്യണാറ്, ഞാൻ ബില്യണറാണ്, എൻ്റെ കയ്യിൽ സമ്പാദ്യമുണ്ട് റബ്ബേ, ഞാനിതാ എത്ര വേണമെങ്കിലും നൽകാമല്ല, ഈ നരക കൊണ്ടാരത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കൂ നാഥാ എന്ന് പറഞ്ഞ് അള്ളാന്റെ ദർബാറിൽ വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമസ്കരിച്ചുകൊണ്ടും തഖ്വ ചെയ്തുകൊണ്ടും ഇബാദത്ത് എടുത്തുകൊണ്ടും ആഖിറത്തെ ഭയപ്പെട്ടുകൊണ്ടും ദുനിയാവി പടച്ച റബ്ബിനെ മറക്കാതെ ഇബാദത്തുകളെ ശ്രദ്ധിച്ച വിനയാന്വിതനായ വ്യക്തിയാണോ, സലീമായ ഹൃദയത്തിന്റെ വ്യക്തിത്വമാണോ, മാലിന്യങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിച്ചെടുത്തവനാണോ, കറകളഞ്ഞ ഹൃദയത്തിന്റെ വക്താവാണോ, മറ്റുള്ള മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ ശ്രദ്ധിക്കാതെ സ്വന്തം മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ ഹനീഫായി നിലകൊണ്ടതായ വ്യക്തിയാണോ, അവനക്ക് അല്ലാഹു സ്വർഗം നൽകുകയാണ്, നൽകുകയാണ്. അതിനു വേണ്ടിയല്ലേ മുസ്ലിമേ 1,24,000 പ്രവാചകന്മാരെ അല്ലാഹു ഈ ദുനിയാവിലേക്ക് അയച്ചത്. എല്ലാ പ്രവാചകന്മാരും സ്വന്തം മക്കളോട് വസിയത്ത് ചെയ്തത്, മക്കളെ മക്കളെ നിങ്ങൾ പ്രവാചകനായതുകൊണ്ട് തന്നെ രക്ഷപ്പെടുകയില്ല, പ്രവാചകന്മാരായതുകൊണ്ട് രക്ഷപ്പെടുകയില്ല, പ്രവാചകന്മാരുടെ മക്കളായതുകൊണ്ടും രക്ഷപ്പെടുകയില്ല, നിങ്ങൾ മുസ്ലിമായി മരിക്കണേ. ഇബ്രാഹിമു ബനീഹി വയഖൂബ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് വസിയത്ത് ചെയ്തില്ലയോ? യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് വസിയത്ത് ചെയ്തില്ലയോ? അല്ലയോ മക്കളെ മക്കളെ, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ
മുദീർ. അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, പൊന്നുമക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്ഹാഖിനെ വിളിക്കുകയാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാം മകനാകുന്ന യൂസുഫിനെ വിളിക്കുകയാ. അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, ഇസ്രായേലി ജനതകളെ ശ്രദ്ധിക്കണേ. യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് നൽകിയ പരിശുദ്ധമായ ദീനാണിത്. ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ, മുഅ്മിനായിട്ടല്ലാതെ മരിക്കല്ലേ മക്കളെ, മരിക്കല്ലേ മക്കളെ. കാരണം മുസ്ലിമായിട്ട് മരിച്ചാൽ, മുഅ്മിനായിട്ട് മരിച്ചാൽ മാത്രമാണ് സ്വർഗം ലഭിക്കുക. കേവലം യാക്കൂബിന്റെ മകനാണെന്ന് പറഞ്ഞതുകൊണ്ടോ, ഇബ്രാഹിമിന്റെ മകനാണെന്ന് പറഞ്ഞതുകൊണ്ടോ സ്വർഗം കിട്ടൂല പൊന്നുമക്കളെ. നൂഹ് നബിയുടെ ഒരു മകന്റെ അവസ്ഥ ചിന്തിക്കണേ എന്നും പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, എല്ലാ പ്രവാചകന്മാരും ആഗ്രഹിച്ചത് ഈമാൻ സലാമത്താവല. അവസാനത്തിന് സമയത്തിന് വേണ്ടി ഒരുങ്ങുന്ന പെങ്ങളെ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഖുർആൻ ഖത്മുകളെ ശ്രദ്ധ ചെലുത്തണം. നീ നമസ്കാരം ചിട്ടവെക്കുന്നവനാകണം, ഇബാദത്തുകളെ ശ്രദ്ധിക്കുന്നവനാകണം. അവനവന്റെ മതത്തിന്റെ ആദർശങ്ങളിലും ആശയങ്ങളിലും പരിപൂർണമായി അണുവിട വ്യതിചലിക്കാതെ നിലകൊള്ളണേ. ഒരു മതത്തെയും അതിന്റെ ആശയത്തെയും നീ കുറ്റം പറയാൻ പോകേണ്ടതില്ല. ആഖിറത്തെ കരഗതമാക്കാൻ ഏറ്റവും ഉപകരിക്കുന്നതാണെന്നും നബിയുനാ റസൂലുള്ളാഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാത്രമല്ല, യൂസുഫ് നബി അലൈഹിസ്സലാമും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ദീനിൽ അടിയുറച്ച് നിലകൊള്ളുന്നതിന് വേണ്ടിയും ആ ദീനിൽ തന്നെ ഈമാൻ സലാമത്തായി മരിക്കുന്നതിന് വേണ്ടിയും അല്ലാഹുവിനോട് ദുആ ചെയ്തതായ വ്യക്തിയാണ്. അവസാനമായി സൂറത്ത് യൂസുഫിന്റെ അവസാനം എടുത്ത് പരിശോധിച്ച് നോക്കണേ. അല്ലാഹുവേ, നീ എനിക്ക് പരിശുദ്ധമാക്കപ്പെട്ടതായ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു നൽകി അല്ലാഹ്. ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലി ഫിദ്ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈജിപ്തിന്റെ പരമോന്നത പദവിയിലേക്ക്, മന്ത്രി പദത്തിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച അല്ലാഹുവേ, 40 ദിവസങ്ങളോളം ജയിലറുകൾ വസിച്ചതാകുന്ന എന്നെ അവിടെ നിന്ന് പുറത്തിറക്കിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ടതായ, മഹനീയമാക്കപ്പെട്ട ജീവിതം നൽകിയതായ അല്ലാഹ്, നീയാണ് രാജാധികാരൻ, അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്ന അല്ലാഹ്. ആകാശഭൂമികളെ മുൻ പ്ലാനിംഗ് ഇല്ലാതെ സൃഷ്ടിച്ച റബ്ബേ, അധികാരമുള്ള അല്ലാഹുവേ, എനിക്ക് ഒന്നും നീ നൽകേണ്ടതില്ല റബ്ബേ. തവഫനി മുസ്ലിമാ, എന്നെ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സാലിഹീങ്ങളായ സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബിയുടെ പ്രാർത്ഥന അതായിരുന്നു എന്നും പരിശുദ്ധമായ ഖുർആൻ. നമുക്ക് അത് വേണം. സാലിഹായ അഹ്ലുകാരോടൊപ്പം ചേരണം, മഹത്തുക്കളോടൊപ്പം ചേരണം, നല്ല മരണം സാധ്യമാവണം. അതിനാണ് നമ്മുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? ദുന്യാവിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ചാടാതെ, എവിടെയെങ്കിലും സുഖം കിട്ടുന്ന ആസ്വാദനം കിട്ടുന്നിടത്തോട്ടൊന്നും ഓടാതെ, പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. സാദ് പറഞ്ഞതാണല്ലോ, ഹദീസ് ഓതി പറഞ്ഞാൽ ഇത് വെറുതെ അതും ഓതുമല്ല, ഖുർആനും ഹദീസാണ് ഓതിയത്. എന്റെ കയ്യിൽ നിന്നുമല്ല, അയിമ്മത്തുകളുടെ വചനങ്ങളാണ് ഓതിയത്. മുൻകാലത്തുള്ള മഹത്തുക്കളുടേതാകുന്ന ഗ്രന്ഥങ്ങൾ വെച്ചാണ് സംസാരിച്ചത്. അത് മനസ്സിലാക്കിയിട്ട് പടച്ച റബ്ബേ, ഈ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ മുമ്പുള്ളവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒന്നുമില്ലല്ലോ. ഒരു 20 കൊല്ലം മുമ്പ് ഞാൻ എന്തായിരുന്നു? ഈ ഇടവ പഞ്ചായത്തിൽ എന്താ എനിക്കുണ്ടായിരുന്നത്? ഈ നാട്ടുകാരനായിട്ട് നിലകൊള്ള ഒരു വീടില്ല, ഒരു വാഹനമില്ല.
ആരും നോക്കാനില്ല. ഇന്ന് അൽഹംദുലില്ലാ ഭർത്താവുണ്ട്, അതല്ല ഭർത്താവ് മരണപ്പെട്ടു പോയി, മക്കളുണ്ട്, നല്ലൊരു വീടുണ്ട്, കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, ജീവിത ചുറ്റുപാടുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്, ഒരു പ്രയാസവും പടച്ചിറപ്പ് നൽകിയിട്ടില്ല. ചെറിയ ചെറിയ അല്ലറ ചില്ലറ ചെറിയ ബുദ്ധിമുട്ടുകൾ അത് മറ്റുള്ളവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള അഹ്ലുകാരിലേക്ക് നോക്കണേ. വലാ തൻദുറു ഇലാ മൻ ഫൗഖകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നോൽക്കരുതേ എന്നും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്റെ വിഷയത്തിൽ? ഖൈറായ കാര്യങ്ങൾ കിട്ടിയ വിഷയത്തിൽ മുകളിലുള്ളവരിലേക്ക് നോക്കരുത്, താഴെയുള്ളവരിലേക്കാണ് നോക്കേണ്ടത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ള ആളുകൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം. അവൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്, ഇത്രയോ പ്രയാസമുണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പടച്ചവൻ നല്ല ഖൈറ നൽകിയിട്ടുണ്ട്. ഒരു ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ കയ്യിലെ വേദന വരുമ്പോഴേ അത് പ്ലാസ്റ്റർ ഇട്ടിട്ട് നടക്കും, പിന്നെ നിസ്കാരം ഇല്ല, അവൻ ഉണങ്ങി കരിഞ്ഞ് റെഡിയാവണം, പ്ലാസ്റ്റർ അഴിച്ചിട്ട് നിസ്കരിക്കുള്ളൂ. തയമ്മും ചെയ്ത് നിസ്കരിക്കുന്ന വകുപ്പൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊന്നും അമരിച്ചില്ല, ഒന്നുമില്ല. അപ്പൊ ഈ ഒരു വിഷമം വരുമ്പോഴേ പിന്നെ അതങ്ങ് പറഞ്ഞ് വലുതാക്കി പർവ്വതീരിച്ച് നടക്കാണ്. അപ്പം നിന്നെ ഒന്ന് കൊണ്ടുപോയി RCCയിലൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നടത്തിയാൽ മതി, അല്ല എല്ലാ അഹങ്കാരവും തീർന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് കൊണ്ടുപോകണം പെണ്ണുങ്ങളെയൊക്കെ, നമ്മളും പോകണം. അപ്പം അഹങ്കാരം പകുതി തീരും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മളൊന്നും ഒരു അസുഖക്കാരും അല്ല, നമുക്കൊന്നൊരു പ്രയാസം ഇല്ല എന്ന് അപ്പോഴാണ് മനസ്സിലാകുക. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ, സിഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ദുനിയാവ് സന്തോഷിക്കാനുള്ളതല്ല. ഫൽയൽഹഖു ഖലീലൻ വൽയബ്കു കസീറ. ഖുർആൻ പറയുന്നു, വളരെ കുറഞ്ഞ മാത്രം ചിരിക്കണം, കൂടുതൽ കരയണം. മുഅ്മിനായ മനുഷ്യനോടുള്ള ഉപദേശം ദുനിയാവിൽ അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ ചിരിച്ച് രസിക്കാനുള്ളതല്ല. ഇവിടെ അവിശ്വാസികൾ ചിരിക്കട്ടെ, അവരിതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കുറെ ചിരിക്കും. അവിടെ ഇവിടെയും കോളാമ്പിയിലും തുപ്പണ്ട സ്ഥലത്തും ഒക്കെ ഇട്ടിട്ട് ചിരിയോടെ ചിരിക്കട്ടെ. ഫൽയൽഹഖു ഖലീലൻ വൽയബ്കു കസീറ. ഖുർആൻ പറയാൻ മുഅ്മിനായ മനുഷ്യൻ വളരെ ശ്രദ്ധിക്കണം. അവന്റെ ജീവിതശൈലി എങ്ങനെയാണ്? കുറഞ്ഞ മാത്രമേ ഉള്ളൂ ചിരി കണ്ടുള്ളൂ ദുനിയാവിൽ. അത് തന്നെ പുഞ്ചിരി പൊട്ടിച്ചിരിയിലേക്ക് പോകണ്ട. വലബുക്കു കസീറൻ, ധാരാളം കരയണം. ആഖിറത്തെ ചിന്തിച്ച് പരലോകം എങ്ങനെയാവുമെന്ന് ഓർത്ത്, തെറ്റുകൾ ഓർത്ത് കരയുന്ന മനുഷ്യൻ, അങ്ങനെ കരഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചനമുണ്ടാകും. സലാസു അയ്യുനിൻ ലാ തുറാ അയ്യുനുഹുമുൻ നാർ. 3 കൂട്ടരെ നരകം സ്പർശിക്കൂല എന്നാണ്, നരകം അവരെ തൊടൂല. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിലൊന്ന് വഅയ്നുൻ സഹറതു ഫീ സബീലില്ലാഹ് വഅയ്നുൻ ഖറജതു മിൻഹാ ദുമൂഉൻ മിസ്ല റഅസി ദുബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിക്കുന്നവൻ തീർച്ചയായും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകീയ മോചനം നൽകും. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറയും. അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, നൂറുൽ ഹുദ അറബി കോളേജ്, ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, 20 വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഒന്നിരാകുന്ന മൂസ ഉസ്താദിന്റെ ശിക്ഷണം, അതിനെ കുറിച്ച് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നേരിട്ട് അൽഹംദുലില്ലാഹ് ഇന്നാണ് കാണുന്നത്. ഗ്രന്ഥങ്ങൾ രചിക്കുകയും സമൂഹത്തിന് വളരെ ഗുണകാംക്ഷകരായി വർത്തിക്കുകയും ചെയ്യുന്ന ഉസ്താദ് അവറുകൾ, വിനയാന്യതനായ വ്യക്തിത്വം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇന്ന് മുദരിസുമാർ വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. മുതഅല്ലിമീങ്ങൾ ഇൽമു നുകരാൻ വേണ്ടി പഠിക്കാൻ ഇറങ്ങുന്നത്, ഇഖ്ലാസ് വെച്ചുകൊണ്ട് ഇറങ്ങുന്നവർ കുറയുന്ന കാലഘട്ടം. അൽഹംദുലില്ലാഹ്, അതിൽ നിന്നൊക്കെ നമ്മുടെ മഹല്ല് വ്യതിരക്തമായി ചിന്തിക്കുകയും നൂറുൽ ഹുദ എന്ന പേരിൽ തന്നെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നത് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാനും, മഹലിന്റെ സാരഥികൾക്കും മഹലിലുള്ള കമ്മിറ്റിക്കാർക്കും പരിസരവാസികളാകുന്ന മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് ഇവിടെയുള്ള സഹോദര സഹോദരിമാർക്കുമൊക്കെ വലിയ സന്തോഷം പകരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അല്ലാഹു ഇതിൽ ബറക്കത്ത് ചൊരിയുമാറാവട്ടെ, കബൂലിയത്ത് നൽകട്ടെ. നാട്ടിൽ ഒരു മുതഅല്ലിം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇൽമിന്റെ സ്ഥാപനം ഉണ്ടായാൽ തീർച്ചയായും അവിടെ ഒരു ആത്മീയമാകുന്ന ഒരു തിരുനോട്ടം എപ്പോഴും ഉണ്ടാവും. ഒരു മോമിനായ മനുഷ്യൻ അവൻ ഇൽമു പഠിക്കുന്ന രംഗത്തേക്ക് ഇറങ്ങിയാൽ അവൻ മുതഅല്ലിമാവുകയാണ്. അങ്ങനെ മുതഅല്ലിമായാൽ അതിന് ഇത്ര പ്രായമൊന്നുമില്ല,
ചെറിയ കുട്ടിയും വലിയ കുട്ടിയും ഒക്കെ മുത്തഅല്ലിമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വലിയ പ്രായമുള്ള ആളുകൾ, നബിയേക്കാൾ പ്രായമുള്ളവർ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിൽ അഹ്ലു സുഫത്തിൽ ഉണ്ടായിരുന്നതായി ചരിത്രം കാണാം. അപ്പോൾ വലിയ പ്രായമുള്ളവരൊക്കെ ആ കൂട്ടത്തിൽ പെടും. അങ്ങനെ മുത്തഅല്ലിമായി വന്നു കയറുന്നാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ മുഖേന ചിറക് വിരിച്ചു നൽകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും സദാ കാരുണ്യം വർഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ചിറക് വിരിക്കുമ്പോൾ തീർച്ചയായും അത് ഈ നാട്ടുകാർക്ക് കൂടി അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെയുള്ള ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഒക്കെ അതിന്റെ അനുഗ്രഹം ലഭിക്കും. എപ്പോഴാണ് ലഭിക്കുക? അവരൊക്കെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി നിലകൊള്ളുന്നവരാണെങ്കിൽ അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഹദീസിലുണ്ട്, കുൻ ആലിമൻ, ഒന്നില്ലെങ്കിൽ നീ ഒരു പണ്ഡിതനാകണം, വിവരമുള്ള അറിവുള്ള ഒരു ആലിമാകാൻ നിനക്ക് സാധിക്കണം. പറ്റുന്നില്ലെങ്കിൽ ഔ മുത്തഅല്ലിമൻ, ഒരു മതവിദ്യാർത്ഥിയാവണം, മതം പഠിക്കുന്ന മുത്തഅല്ലിമാവണം. അതിനും പറ്റുന്നില്ലെങ്കിൽ മുസ്തമിഅൻ, നല്ല രീതിയിൽ ദീൻ കേൾക്കുന്ന ശ്രോതാവായി മാറണം. അതിനും പറ്റുന്നില്ലെങ്കിൽ ഔ മുഹിബ്ബൻ, ദീനിനെയും ദീനിന്റെ അഹ്ലുകാരെയും ഒക്കെ ഇഷ്ടം വെക്കുന്നവനാകണം. വലാ തകുൻ ഖാമിസൻ, അഞ്ചാമത്തെ ഒരു വിഭാഗമില്ല. അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് നീ പോകണ്ട എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.